ഓക്കെ, നമുക്ക് ഈ ചോദ്യത്തിലൊന്ന് നോക്കാം. എക്സ്, വൈ ആൻഡ് സെഡ് ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻഡിവിജ്വലി ഇൻ 6 hours, 8 hours, 8 hours റെസ്പെക്റ്റീവ്ലി. അപ്പോൾ എക്സ്, വൈ, ഇസഡ് എന്ന് പറഞ്ഞ 3 ആൾക്കാരുണ്ട്. ഓക്കെ, ഒരാൾക്ക് 6 മണിക്കൂറിലും മറ്റ് 2 ആൾക്കാർക്കും 8 മണിക്കൂർ വീതം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഹൗവർ ഓൺലി 1 person ക്യാൻ വർക്ക് ഇൻ ഈച്ച് അവർ. അതായത് ഒരു മണിക്കൂറിൽ ഒരാൾക്ക് മാത്രമേ, അതായത് അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിൾ. ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് വായിച്ചു നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി SSCയുടെ ഒരു ന്യൂ പാറ്റേൺ അനുസരിച്ച് ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കുന്നതിലാണ് ഇമ്പോർട്ടൻസ് കൂടുതലായിട്ടുള്ളത്. കാരണം ലാംഗ്വേജ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ PYQ പ്രാക്ടീസ് ചെയ്തിട്ട് മുമ്പ് പോയി ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു അറ്റവും മുറിയും കണ്ടിട്ട് ഇത് അതേപോലത്തെയാണ് വിചാരിച്ച് ചെയ്യുന്ന പോലെയല്ല. കാര്യങ്ങൾ വ്യക്തമായിട്ട് വായിച്ച് അപഗ്രഥിച്ച് മനസ്സിലാക്കി മാത്രമേ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സമയത്തിൻ്റെ ഒക്കെ നമുക്ക് പിന്നെ ഫസ്റ്റ് നമുക്ക് അക്യുറസി കിട്ടുക എന്നുള്ളതൊരു കാര്യമല്ല. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ വാരി വലിച്ച് അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് എപ്പോൾ നമുക്ക് കറക്റ്റ് തറവായിട്ട് അക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നു, സമയത്തിനുള്ളിൽ കിട്ടുന്നു, എപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ പരീക്ഷയിൽ സ്ട്രോങ് ആവുള്ളൂ. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അക്യുറസിയാണ് പരിശീലിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നോബഡി ക്യാൻ വർക്ക് ഫോർ 2 consecutive hours. അതായത് ഒരാൾക്കും 2 മണിക്കൂർ, അതായത് 1 മണിക്കൂർ കൂടുതൽ ചെയ്യാനും പറ്റില്ല. അതായത് റൗണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ആദ്യത്തെ ഒരാൾ 1 മണിക്കൂർ ചെയ്യും, അടുത്ത ആൾ അടുത്ത മണിക്കൂർ ചെയ്യും, അടുത്ത ആൾ അടുത്ത മണിക്കൂർ ചെയ്യും. അപ്പോൾ ഐഡിയലി ഇത് സംഭവിക്കേണ്ടത് എങ്ങനെയാണ്? 6 മണിക്കൂർ കപ്പാസിറ്റി ഉള്ളവൻ ആദ്യം ചെയ്യും, അടുത്ത 8 മണിക്കൂറുള്ളവൻ രണ്ടാമത് ചെയ്യും, 8 മണിക്കൂറുള്ള അടുത്തവൻ അടുത്തത് ചെയ്യും. ഇങ്ങനെയാണ് പോകേണ്ടത് നോർമൽ സിനാരിയോയിൽ. പക്ഷേ ഇവിടെ വേറൊരു കണ്ടീഷൻ ഉണ്ട്. അതാണ് ഈ ക്വസ്റ്റ്യനുള്ള അടുത്തത് വായിക്കും നിങ്ങൾ. ഓൾ ആർ എൻഗേജ്ഡ് ടു ഫിനിഷ് ദ വർക്ക്. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. എല്ലാവരെയും പങ്കെടുപ്പിക്കണം, എല്ലാവരുടെയും സഹകരണം വേണം. വാട്ട് ഈസ് ദ മിനിമം ടൈം റിക്വയർഡ് ടു ഫിനിഷ് ദ വർക്ക്? ഈ കാര്യമാണ്, ഈ പോയിന്റാണ് ഈ ക്വസ്റ്റ്യനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. മിനിമം ടൈം. ഞാൻ പറയട്ടെ, ഒരു ജോലി നമ്മൾ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ തീർക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ സ്പെഷ്യാലിറ്റി എന്താണ്? ഒരു ജോലി ഒരാൾ ഏറ്റവും കുറഞ്ഞ ടൈമിൽ തീർക്കുന്നുണ്ടെങ്കിൽ അയാൾ ഏറ്റവും സ്പീഡിൽ, അല്ലേ, സ്പീഡാണ് അവിടെ കീവേഡ്, ഏറ്റവും സ്പീഡിൽ ആ ജോലി തീർക്കുന്ന ആളായിരിക്കും, അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഈ 3 പേരെയും പങ്കെടുപ്പിക്കണം. അറ്റ് എ ടൈം ഒരാൾക്കേ പറ്റുള്ളൂ. ഒരാൾ 1 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഏറ്റവും സ്പീഡിൽ ഈ ജോലി തീർക്കണമെങ്കിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും എഫിഷ്യൻസി ഉള്ള ആൾ, അയാളെ കൂടുതൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇയാൾക്ക് 6 മണിക്കൂർ തീർക്കാൻ പറ്റും, ഇയാൾക്ക് 8 മണിക്കൂർ തീർക്കാൻ പറ്റും, ഇയാൾക്ക് 8 മണിക്കൂർ തീർക്കാൻ പറ്റും. അതായത് ഇവരുടെ ടോട്ടൽ മാൻ അവേഴ്സ് എത്രയാണ്? ഇവരുടെ ലേബർ ക്യാപിറ്റൽ, ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ കപ്പാസിറ്റി 6 മണിക്കൂർ പ്ലസ് 8 മണിക്കൂർ പ്ലസ് 8 മണിക്കൂർ 3 കൂടെ 8, 8, 16, 24 മണിക്കൂർ. 24 മണിക്കൂർ മാൻ അവേഴ്സ് കപ്പാസിറ്റി ഇവർക്കുണ്ട്, ഈ 3 പേർക്കും. ഓക്കെ, ഈ ചോദ്യത്തിലോട്ട് വരാം. എഫിഷ്യൻസി പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഇനിയിപ്പോൾ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 24 മണിക്കൂർ ടോട്ടൽ കപ്പാസിറ്റി ഉള്ളവർക്ക് അതിൽ 6 ഉള്ളവൻ എത്രയാ? 24/6 4, 8 ഉള്ളവന് 3. അപ്പോൾ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ളത് ആർക്കാ? എക്സിന്. 4. ഏറ്റവും വലിയ കപ്പാസിറ്റി 4 അല്ലേ, മറ്റേ രണ്ടിന് 3. അപ്പോൾ എക്സിനെ നമ്മൾ പിന്നെയും പങ്കെടുപ്പിക്കണം. അതായത് ആദ്യത്തെ മണിക്കൂറിൽ എക്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് 4 മണിക്കൂറുള്ള. രണ്ടാമത്തേൽ വൈനെ കൊണ്ട് ചെയ്യിപ്പിച്ച് 3. ഇനി ക്വസ്റ്റ്യൻ അനുസരിച്ച് അടുത്തവനെ വിളിക്കേണ്ടത് നമുക്ക് അടുത്ത 8 മണിക്കൂറുള്ളവനെയാണ് വിളിക്കേണ്ടത്. പക്ഷെ ആക്ച്വലി നമ്മൾ വിളിക്കേണ്ട ആരെ തന്നെയാണ്? 4 മണിക്കൂറുള്ളവനെ. കാരണം ആ എഫിഷ്യൻസി ഉള്ളവനെയാണ് നമ്മൾ കൂടുതൽ പങ്കെടുപ്പിക്കേണ്ടത്. ബിക്കോസ് ക്വസ്റ്റ്യനിൽ മിനിമം ടൈം എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും നമ്മൾ 4 മണിക്കൂറുള്ള ആളെ വിളിക്കുന്നു. പിന്നെ അടുത്ത 3 ആളെ വിളിക്കുന്നു, ഇസഡിനെ വിളിക്കുന്നു. കാരണം ക്വസ്റ്റ്യനിൽ വേറൊരു കണ്ടീഷൻ ഉണ്ട്, എല്ലാവരെയും പങ്കെടുപ്പിക്കണം. അപ്പോൾ അയാൾ വന്നു.
പിന്നെ അടുത്ത പിന്നെയും 4 ഉള്ളവന് വന്നു, പിന്നെയും 3 ഉള്ളവന് വന്നു. ഇപ്പോൾ തന്നെ എത്രയായി? 4 3 7, 7 × 3 21 മണിക്കൂർ ഫിനിഷായി. 21 മണിക്കൂർ ഫിനിഷായി. നമുക്ക് എന്താ വേണ്ടത്? 24 മണിക്കൂർ ടോട്ടൽ വർക്ക് അല്ലേ? അപ്പോൾ എത്രയാ? 3 മണിക്കൂർ ബാക്കിയുണ്ട്. ഈ 3 മണിക്കൂർ തീർക്കാൻ ആരും നമ്മൾ പിന്നെയും വിളിക്കുക? 3 കഴിഞ്ഞ് സാധാരണ നമ്മളാരും വിളിക്കുക 4 വർക്ക് ചെയ്യുന്നവനല്ലേ. കാരണം എന്താ? അവനെ മാക്സിമം നമ്മൾ പങ്കെടുപ്പിക്കണം. ഇപ്പോൾ വേണമെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ മിനിമം ടൈം റിക്വയർഡ് എന്നല്ല, അല്ലാതെ സാധാരണ രീതിയിലാണ് ചോദിച്ചിരുന്നെങ്കിൽ ഈ 3 മണിക്കൂർ ഇതാക്കാനായിട്ട് ഇനി 3 മണിക്കൂർ ചെയ്യുന്നവന് ഒരുത്തനെ വിളിച്ചാൽ പോരെ, ബാക്കിയുള്ള റെസ്റ്റ് ചെയ്തോട്ടെ 3 മണിക്കൂർ. അപ്പോൾ എന്താ കറക്റ്റ് അത്രയും മണിക്കൂർ നമുക്ക് എണ്ണി എടുക്കാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വർക്ക് തീരുന്നത് വരെ ആ വർക്ക് ഏറ്റവും കൂടിയ എഫിഷ്യൻസിയിലാണ്. അതുകൊണ്ടാണ് ഈ 4 എഫിഷ്യൻസി ഉള്ളവൻ പിന്നെയും അവതരിക്കുന്നത്. അപ്പോൾ ഈ 4 മണിക്കൂർ എഫിഷ്യൻസി ഉള്ളവൻ പിന്നെയും വരും. അപ്പോൾ എന്തായി? 3 മണിക്കൂറുള്ളവനെ 3/4, 3 മണിക്കൂറുള്ള വർക്ക് 4 എഫിഷ്യൻസി ഉള്ളവനെ ഡിവൈഡ് ചെയ്തു. അതാണ് അവിടെ. ഓക്കെ, ഇപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇതെല്ലാം മണിക്കൂറുകളാണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. 4 എഫിഷ്യൻസി ഉള്ളവൻ ഓരോ മണിക്കൂറിൽ മാറി ചെയ്യാണിവൻ. 1 2 3 4 5 6 മണിക്കൂർ. പിന്നെ ഇതെന്താ? 3/4. 3/4 എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോക്ക് എടുക്കുക 4, 3/4 എന്താ? 3/4 അല്ലേ? കണ്ടോ, ക്ലോക്ക് ഇങ്ങനെ വരുന്നതല്ലേ 3/4, 45 മിനിറ്റ് അല്ലേ? അപ്പോൾ 6 മണിക്കൂറും 45 മിനിറ്റും. അതാണ് നമ്മുടെ ഉത്തരം. കണ്ടല്ലോ, ഓപ്ഷൻസിൽ കണ്ടില്ലേ? 6 മണിക്കൂറും 45 മിനിറ്റുമാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിതിനെ സോൾവ് ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ, 3/4 എന്നുള്ള വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റേ മണിക്കൂർ കൂട്ടുമ്പോൾ 4 3 അങ്ങനെ കൂട്ടരുത്. അവിടെ ഒരു റൗണ്ടാണ് ഒരു മണിക്കൂർ. ആ 4 3 നമ്മൾ എഴുതുന്ന ആ വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണിത് സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നല്ല വ്യക്തമായിട്ട് വായിക്കുക. ഓക്കെ.